ശ് ജനാധിപത്യ മുന്നണിയുടെ ഇലക്ഷൻ കഴിഞ്ഞു. അതായത് പുതിയ സർക്കാർ നിലവിൽ വന്നെന്നർത്ഥം. അഴിമതിയുള്ള സർക്കാർ പോയെന്ന് അവർ പറയുന്നു. ഈ സർക്കാർ എങ്ങനെ വരുമെന്നുള്ളതാണ് അതിലും വലിയ ഭയാനകമായ കാര്യം. എന്തായാലും ഒരു കാര്യമുണ്ട്, വളരെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു. പക്ഷേ ഇവിടെയല്ല കുഴപ്പം കിടക്കുന്ന. കുഴപ്പമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് കലബല, മുട്ടനടി, പൊരിഞ്ഞടി, രംഗത്തില്ലാത്തവർക്കും രംഗത്തുള്ളവരും എല്ലാം പ്രവേശിക്കുകയാണ് ഓരോരോ കാരണം പറഞ്ഞ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവരൊക്കെയാണോ ഈ ജനാധിപത്യ രാജ്യത്തെ മനുഷ്യരെയൊക്കെ നന്നാക്കാൻ ശ്രമിക്കുന്നത്? നേതാക്കന്മാർ നന്നായില്ലെങ്കിൽ എങ്ങനെ ജനങ്ങൾ നന്നാകുന്നത്? ഇത് ജനവികാരമാണ്. അതുകൊണ്ടാണ് ഈ 102 വോട്ടൊക്കെ കിട്ടിയത്. മറ്റു പാർട്ടിയിലുള്ളവർ പോലും ഇപ്രാവശ്യം ഈ പാർട്ടിക്ക് വോട്ട് ചെയ്തു. ഇത് വളരെ വൃത്തികെട്ടൊരു രീതിയാണ്. ആദ്യം നേതാക്കന്മാർ നന്നാകണം, എന്നിട്ട് ജനങ്ങളെ നന്നാക്കാൻ പറ്റുള്ളൂ. അത് തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. അത് മറന്നു പോകരുത്. ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും അതാണ് വളരെ സുപ്രധാനമായ കാര്യം എന്ന് ഓർക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഇത് ഇങ്ങനെ കലവലയാണ്. അവിടെ പോയി ഇവിടം പോയി പുറം ചൊറിച്ചിലും അവിടെ ഇങ്ങനെ നിൽക്കുന്ന അധികാരവും പണവും. ഇതാണോ ജനാധിപത്യം? എന്നേ ജനാധിപത്യം പോയി. അതൊക്കെ എന്നേ പരീക്ഷിച്ച് തീർന്നൊരു കാര്യമാണ്. ജനാധിപത്യം ഇല്ല. ഒരു ഫ്യൂഡൽ വ്യവസ്ഥയിലെങ്കിലും കാര്യം പോട്ട്, അതിനും സമ്മതിക്കുകയില്ല. അവിടെയും കിടന്ന് കൂട്ടയടിക്കുക. കാരണം അവരുടെ പരാമർശം എന്നാന്ന് ചോദിച്ചാൽ അവർ 10 വർഷം ജോലി ചെയ്തു, 20 വർഷം ഇതിനു വേണ്ടി പണിപ്പെട്ടു, എന്നിട്ട് അവർക്കൊന്നും കിട്ടിയില്ല. ഇനി കിട്ടാനുള്ള അധികാരവും സമ്പത്തും കിട്ടാനുള്ള വ്യഗ്രതയാണോ ഇത്? ഇതൊന്നും പണ്ടത്തെ ജനങ്ങളല്ല ഇപ്പം എന്ന് ഓർക്കണം. അവർക്ക് കുറേ കൂടെയൊക്കെ ബുദ്ധിയൊക്കെ വെച്ചു. അവർക്ക് ശരിക്ക് ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവും കെൽപ്പും ഒക്കെ വന്നിരിക്കുന്ന കാലത്ത് ഇനി ജനങ്ങളോട് കളിക്കരുത്. അല്ലെങ്കിൽ കളിച്ചാൽ ഈ ജനാധിപത്യമൊക്കെ കൊണ്ട് തലയും കുത്തി താഴോട്ട് കിടക്കും. അതുകൊണ്ട് ദയവായിട്ട് മത്സരം ഒഴിവാക്കുക. നല്ല നേതാക്കന്മാർ രംഗത്ത് വരിക. അധികാരത്തിനോ അല്ലെങ്കിൽ പണത്തിനോ വേണ്ടി ശണ്ട കൂട്ടാത്ത ഒരു നല്ല നേതാക്കന്മാർ ഇനി ഉണ്ടായെങ്കിലേ ഈ ഇവിടുത്തെ രാഷ്ട്രീയം നന്നാകൂ എന്ന് ഞാൻ ഇവിടെ വ്യക്തമായിട്ട് പറയട്ടെ. അല്ലാതെ എന്തോ ഒരു ഇടപാടാണ് ഇത്, എന്തോ ഒരു നാണക്കേടാ. ഈ ഭൂരിപക്ഷത്തോടുകൂടി എങ്ങനെ ഭൂരിപക്ഷം കിട്ടിയെന്ന് പോലും ചിന്തിക്കണം. ഇത് ജനവികാരമാണ്. പണ്ടത്തെ മനുഷ്യർക്ക് വിവരം കുറവായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല. അവർക്ക് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു. അവർ വളരെ നല്ല ഭവ്യതയുള്ള കാരണവന്മാരായതുകൊണ്ട് അവരെല്ലാവരും വോട്ട് ചെയ്ത് ചോദിച്ചു. ഇനി മുതൽ ഇക്കാലത്ത് ഇതൊന്നും നടപ്പില്ല. അതുകൊണ്ട് ദയവായിട്ട് വളരെ അന്തസ്സുള്ള രാജ്യത്തിനെ രക്ഷിക്കാൻ പറ്റിയ നേതാക്കന്മാർ വന്നെങ്കിലേ നമ്മുടെ ജനാധിപത്യ സമ്പ്രദായം വിജയിക്കുകയുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. നന്ദി.